ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയട്ടെ. ഇതെല്ലാം വേണമെങ്കിലുണ്ടല്ലോ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ പ്രാർത്ഥന, കുടുംബമൊക്കെ ആയാലും മക്കൾ പ്രാർത്ഥനയെ വന്നാൽ ഇങ്ങനെ ആ ഒരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകുള്ളൂ. അതപ്പോൾ അങ്ങനെ ശീലമാക്കണം. അപ്പോൾ തലമുറ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ പൗലോ കുഞ്ഞ് യേശുവേ എന്ന് പറയുമ്പോൾ ഒരു വയസ്സായപ്പോൾ ഞാൻ അവർക്ക് കാരക്കുന്നത്ത് ഈ വർഷം കൊണ്ടുപോകണം. പൗലോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആട്ടോ, 7-ാം തീയതി കാരക്കുന്നത്ത് കൊണ്ടുപോയി. യേശു എന്ന് പറഞ്ഞപ്പോഴേ പൗലോ കുഞ്ഞ് ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ കാണിച്ചു. അത് പോരാ, അങ്ങനെ കൈകോപ്പിയാൽ പോരാ, വചനം പഠിപ്പിക്കണം ഇനി പൗലോ കുഞ്ഞിനെ. ദൈവമേ യേശുപ്പ, ക്രിസ്തു യേശു ലോക പ്രശസ്ത സുവിശേഷക്കാരനാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കണേ. യേശുവിനെ വെളിപ്പെടുത്തുന്നവനാകുക, അതൊക്കെ മഹാഭാഗ്യമല്ലേ. ആത്മീയ വളർച്ചയുള്ളൊരു മനുഷ്യൻ, നമ്മൾ ഒരു ആത്മീയ വളർച്ചയുള്ളവൻ എന്ത് വ്യത്യാസം. സാധാരണക്കാരൻ ലണ്ടനിൽ ഒരു പ്രഭു എല്ലാം വിറ്റിട്ട് ഇങ്ങനെ സന്യസിക്കാൻ പോയി, ആത്മീയ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ രാജാവ് പ്രഭുവിനെ കാണാൻ പോയിട്ട് ചോദിച്ചു, ഇപ്പം തോന്നണില്ലേ ചെയ്തതെല്ലാം വിഡിത്താന്ന്, എല്ലാം വിറ്റ് വർക്കിയിട്ടേ ഒന്നും അല്ലാണ്ട് ഇങ്ങനെ വന്നു. അപ്പം രാജാവിനോട് പറഞ്ഞു, അന്ന് ഞാൻ അങ്ങേ വന്ന് കാണുമായിരുന്നു, ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് സന്യാസം സ്വീകരിച്ച് ഇവിടെ വന്നപ്പോൾ അങ്ങ് എന്നെ കാണാൻ വന്നു. അപ്പോൾ അതാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞത്. 1000-ൽ ഒരാൾ പോലും ഇല്ല, 1,00,000-ൽ ഒരാളായിരിക്കും യഥാർത്ഥ ആത്മീയ മനുഷ്യനുള്ളൂ. എല്ലാവരും ഓർഡിനറി മനുഷ്യർ. അപ്പം നമുക്കങ്ങനെ ഓർഡിനറി ആയാൽ മതിയോ? പോരല്ലോ. നമ്മൾ കേരളത്തിലെല്ലാവരും എല്ലാ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നവരാണ്. ഭയങ്കര ദൈവം, ഗോഡ്സ് ഓൺ കൺട്രി, നമ്മളെ വേറിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു കേരളത്തിൽ ഭയങ്കര ബുദ്ധിയൊക്കെ ഉണ്ട്. അത് നമ്മൾ ആത്മീയ വളർച്ചയിലൂടെ നമുക്ക് ആ ദൈവമായിട്ടുള്ള അടുപ്പത്തിലൂടെ യൂസ് ചെയ്യാം. ചുമ്മാ ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അല്ലാത്ത തർക്കവും വാദവും ഇതിലേക്കൊക്കെ നമ്മുടെ സമയം കളയാണ്ട് സമയം തക്കത്തിൽ വിനിയോഗിച്ച് ഒരു ആത്മീയതയിലേക്കൂടെ തിരിയുകയാണെങ്കിൽ അതൊരു വലിയ ബെറ്ററായിരിക്കും. ഇന്ന് വായിക്കണത്, ഞാൻ എന്നും വായിക്കണതാണ് ഈ ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആമീൻ ആമീൻ. ഇതങ്ങനെ നമ്മൾ ആ ധ്യാനിക്കണം. എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ പിന്നെ നമ്മൾ സാമ്പത്തികമായാലും മാനസികമായാലും ഭൗതികമായാലും ആത്മീയമായിട്ടായാലും എല്ലാ ബുദ്ധിമുട്ടും ആ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിനാൽ നമ്മളെ നിറച്ച് നമ്മൾ യേശുവെ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. എന്നാ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. അപ്പോൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചാൽ മതി. ഇവ കാണിക്കണത് ഞാനിട്ടേക്കണത് ഒരു ഗോൾഡൻ കളറ്. ഇപ്പോൾ ഈ ടിഷ്യൂവിൻ്റെ സാധനം ഭയങ്കര ഫാഷനാട്ടോ. ഈ ടിഷ്യൂ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ആ ടിഷ്യൂ ചുരിദാറിട്ട് ഇപ്പം ടിഷ്യൂ സാരി ഞാൻ അന്വേഷിച്ച് നടക്കുക. ഞാൻ പറഞ്ഞില്ല ഫങ്ഷനൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ. ഇത് താഴെ വന്ന വർക്കാട്ടോ, താഴെ വന്നത് അതേ വർക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. നല്ല കളർ, നമുക്കൊരു നല്ലൊരു പ്രീമിയം സെറ്റാണ്. ഇല്ലെന്ന് പറയാനില്ല, എന്നാലും ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഷോളയിലും 2499 ഇത് കണ്ടോ, ബോട്ട് ചെയ്തു. അടിപൊളിയാണ്, സൂപ്പർ സംഭവമാണ്. 2499 ആണ്. ഇതൊക്കെ ഇടുമ്പോൾ നമുക്കിത് പിന്നെ ടിഷ്യൂവിൻ്റെ ഇതൊക്കെ ഇടുമ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫങ്ഷനും ഈ കളർ നോക്കി ഇടാൻ പറ്റും. അടിപൊളിയാണ്, കനേയില്ല, സോഫ്റ്റ്. ഇപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ മതിയല്ലോ ആൾക്കാർക്ക്. ഭയങ്കര ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു ബും ലുക്കും ഉണ്ട്. പണ്ടൊക്കെ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര തിളക്കം ഓർക്കും കേട്ടോ. ഈ വർക്കും ഭയങ്കര, ഈ ആപ്ലിക്ക് വർക്കും ഭയങ്കര ഫാഷനാട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചെന്നുള്ളൂ കേട്ടോ. ഇത് താഴെ വരണതാണ്. ഇതേ ബേജ് കളർ കണ്ടോ, എന്ത് രസമായിരിക്കും. ഒരു പേളിൻ്റെ മാലയുടെ ഇട്ടാൽ മതി. 2499 ആണ്. പെട്ടെന്ന് എടുത്തു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി പുറത്ത് പോയി ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ ക്രേപ്പാട്ടോ. ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്യണം. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത് താഴെ വരെ ലെങ്ത് ഉണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. ഇവരെന്നോട് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കേണ്ടത്.
1990. ഒറിജിനൽ ക്രേപ്പ് ബോട്ടം, ഷോള്, സ്പ്രൈസിൻ്റെ ടോപ്പും. നല്ല സൂപ്പർ സെറ്റാട്ടോ. ഞാൻ ഓർക്കാം പണ്ട് ഞാൻ ഏത് സെറ്റ് എടുത്താലും ഇച്ചിരി വില കൂടിയ സെറ്റുകൾ ഒരു 2000-ത്തിനടുത്തുള്ളതൊക്കെ ആയിരുന്നു എടുക്കുള്ളൂ. ഇപ്പോഴും അരിച്ച പിശിക്കായിരുന്നല്ലോ. മിക്കതും 3000-4000-ൻ്റെ സിൽക്കൊക്കെ ആയിരുന്നു എടുക്കണേ. ഇപ്പോൾ കനം കുറഞ്ഞ മെറ്റീരിയൽ നോക്കിയെടുക്കലാണ് കൂടുതൽ. ഇപ്പോൾ ഇട്ടേക്കണ കോട്ട കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചല്ലേ, നല്ല സുഖം. എൻ്റെ അമ്മ എന്നാ സുഖം. അയ്യോ, എനിക്കിതിട്ടിട്ട് ഇങ്ങനെ കനയില്ലാത്ത കാരണം ഡ്രസ്സ് ഉണ്ടെന്നുള്ള ഫീലിങ്സ് പോലുമില്ല. അല്ല, അങ്ങനെ ഒരു സുഖം എന്ന് വെച്ചാൽ അതൊരു സുഖമാട്ടോ. ഈ ഡ്രസ്സൊക്കെ ഇതിൻ്റെ ദൈവമേ വല്ലവരും ഒക്കെ ഉടുപ്പൊക്കെ കണ്ടുപിടിച്ചാലോ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നടന്നെങ്കിൽ മതിയാകും. ഈ 7.5 മീറ്റർ ചുരിദാറൊക്കെ ഭയങ്കര ഭാരമാകും. എല്ലാവരും ഇനി ഉടനെ എറണാകുളം അപ്പടിയൊക്കെ ഉടുപ്പൊക്കെ ആയെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടൊന്ന് ഉടുപ്പുകൾ വന്നാൽ മതിയാണ്. എന്നിട്ട് വേണം എനിക്ക് ഉടുപ്പിട്ട് നടക്കാൻ. എനിക്ക് ചോദിച്ചിരിക്കാൻ പറ്റൂല. ഇപ്പം ഇട്ടാൽ എന്നാ കുഴപ്പമെന്നാ, ചുമ്മാ ഇരുന്ന് ആൾക്കാർ കളിയാക്കിച്ചിരിക്കണേ. എന്തിനാ 1990 അല്ലേ? നമ്മുടെ നാട്ടിൽ കാശ് കൊണ്ട് ഭയങ്കര ഫോർവേഡാണ്. പക്ഷെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മറ്റുള്ളവരെ കമൻറ്റ് പറയുക, കളിയാക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നല്ല ഉത്സാഹമല്ലേ. ഞാൻ പക്ഷെ ആരും പറഞ്ഞൊന്നും പൂസാക്കാറില്ല കേട്ടോ. ഞാൻ ഓൺലൈൻ ചെയ്തപ്പോൾ മുതൽ എൻ്റെ മുടി കെട്ടി വെക്കേന്ന് പറഞ്ഞാൽ ഞാൻ മുടി കെട്ടിയില്ലോ. അത് അനുസരണക്കുറവല്ല, എനിക്കിഷ്ടമല്ല മുടി കെട്ടണം. ഞാൻ ആര് പറഞ്ഞാലും കേൾക്കൂല. മുടി കെട്ടിയാൽ എനിക്ക് കൊള്ളൂല, പിന്നെ ഞാനിങ്ങനെ കിട്ടും. ഇത് കണ്ടോ, ജൂട്ടിൻ്റെ അടിപൊളി കേട്ടോ. ഹാൻഡ് വർക്കും ജൂട്ടിൻ്റെ മെറ്റീരിയലും. സെമി ജൂട്ടായിരിക്കും, ഒറിജിനൽ ജൂട്ടാക്കി ഈ വിലയ്ക്ക് മറ്റേ കിട്ടുമോ. ഷോളൊക്കെ അടിപൊളി കേട്ടോ. കോൺട്രാസ്റ്റ് ഷോളിൻ്റെ ഒരു വശം അപ്പടി ഇങ്ങനെ വർക്ക് ബോട്ടം. 1590 നല്ല സെറ്റാട്ടോ. നല്ല രസമല്ല, ഇച്ചിരി അത്യാവശ്യം മോഡേൺ ആയിട്ട്. ഒരു വശത്ത് പിങ്കും, ഇവിടെ സെൽഫും, ഹാൻഡ് വർക്കാട്ടോ, ഡബിൾ നോട്ടും, ഇതെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത്. ഷോള് മെഷീൻ എംബ്രോയ്ഡറി ആയിരിക്കും. ഇത്രയൊക്കെ ചെയ്ത് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ. എല്ലാം 47-48 ലെങ്തും കിട്ടുവേ. നല്ലൊരു കോമ്പിനേഷനുകളാണ്. കോൺട്രാസ്റ്റ് കുറേ നാളായി കാണിച്ചിട്ട്. കുറേ മനുഷ്യർക്ക് കോൺട്രാസ്റ്റ് വലിയ ഇഷ്ടമാണ്. 1599 അല്ലേ? 1590 ഉള്ളൂ. അടിപൊളി നല്ല സെറ്റാട്ടോ. പെട്ടെന്ന് എടുത്തു. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നോക്കാം. നമുക്കിങ്ങനെ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടത് ഒരു ഓണസദ്യ തന്നെ ഞങ്ങൾ വിളമ്പണില്ലേ. ബേബി പിങ്ക്, ഭയങ്കര ബേബി പിങ്കിൽ ആഷ്. കോട്ടൺ സിൽക്കാട്ടോ, അല്ല സെമി സിൽക്കാ ബോട്ടം. നല്ല ലെങ്തും ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ. ബാക്കി പിന്നെ പ്ലെയിനാന്ന് പറയാനില്ലല്ലോ. പ്ലെയിൻ മെറ്റീരിയലിലെ ഹാൻഡ് വർക്കല്ലേ. നല്ല പീസ് ചാട്ട്. സൂപ്പർ സംഭവം കേട്ടോ, സൂപ്പർ സംഭവം. അടിപൊളി സംഭവമാണ്. 1590 ഉള്ളൂ. പിന്നെ ഒത്തിരി കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി കാണിക്കണില്ലേ എൻ്റെ പൊന്നെ, എന്തോരം വെറൈറ്റി കാണിക്കണേ. കർത്താവീശോയെ, ഇപ്പോൾ പിന്നെ സ്വർണ്ണക്കടയിട്ടും തുണിക്കടയിട്ടും വെറൈറ്റി നോക്കി നോക്കി എനിക്ക് ഒന്നിനും സമയമില്ല. ഇത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നറിയാവോ. ഇത് പിങ്കിൽ നല്ലൊരു സഫയർ, ഇവിടെ ഡബിൾ നോട്ട്, ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ഫുള്ള് ഷോളും പേസ് ചാട്ട്,
ഈ കോൺട്രാസ്റ്റ് ഷോളും 1590 ഉള്ളൂ. അടിപൊളി സംഭവം. പെട്ടെന്ന് എടുത്തോ. അപ്പടി പുതിയ വെറൈറ്റികളാട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ നല്ലൊരു വെറൈറ്റി കളക്ഷൻ. ഇതിൻ്റെ ഷോള് സോഫ്റ്റ് സിൽക്ക്. ഇവിടെ ഒരു ഇങ്ങനെ ബനാറസിൻ്റെ ഒരു ബോർഡറും ഉണ്ട്. ഒരു ആൻറ്റിക് ജെറി. അപ്പോൾ ഒരു നമുക്കൊരു ഫങ്ഷൻ വെയറിൻ്റെ ഒരു ലുക്കും വരും. എത്ര? 1690 ഉള്ളൂ കേട്ടോ. നല്ല സെറ്റല്ലേ? ശരിക്കും ഭയങ്കര വില കൂടിയൊരു സിൽക്കിൻ്റെ ഷോളൊക്കെ കണ്ട സൂപ്പർ സംഭവം. ലെങ്തും ഉണ്ട് കേട്ടോ, 47-48 ഉണ്ട്. നല്ല സെറ്റ്. ഇത്ര സോഫ്റ്റ് ആട്ടോ, ഭയങ്കര പതുപതു എന്നുള്ള സംഭവമാണ്. ഞാൻ ഹാർഡൊന്നും എടുക്കാറില്ല, എല്ലാം സോഫ്റ്റ് എടുക്കാറ്. അടിപൊളി സംഭവം. ഗ്രാൻഡ് അല്ലേ? സൂപ്പർ സംഭവം. നല്ല ഷോളിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടോ? ഗ്രാൻഡ്. ഒത്തിരി സോഫ്റ്റാണ്. അടിപൊളി സംഭവങ്ങളാട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. എല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തീർന്നാലേ അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ ഓർത്തോണ്ട്. 1690 നല്ല അല്ലേ? ഈ ഷോൾ ഇങ്ങനെയുള്ളത് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാ സെറ്റും കാണുമ്പോൾ കൺഫ്യൂഷൻ ആകും. എന്നാലും 3-4 സെറ്റ് വെച്ചെടുക്കും. ഇത് കണ്ടോ, എന്ത് രസമാണ്. ബ്ലൂവിലെ പ്രിൻ്റ്. ഇവിടെ ഇത് കട്ട് വർക്ക് ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ മെഷീനല്ലെന്ന് തോന്നുന്നു, ഒറിജിനൽ കട്ട് വർക്കാൻ പിടിപ്പിച്ചേക്കണം. അല്ലെങ്കിൽ ഇത്രയും ഫിനിഷിങ് വരുമോ? ബോട്ടത്തിൻ്റെ അടി വർക്കൊന്നുമില്ല. ബോട്ടം വൈറ്റ് കേട്ടോ. വെള്ള ബോട്ടം ലേസ് ഉള്ളതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോട്ടം അടിക്കണ്ട. ഷോള് കണ്ടോ, ലേസ് വർക്ക്. നല്ല സൂപ്പർ കട്ട് വർക്കിൻ്റെ ലേസ് വർക്ക്. അതെ 1599. അവർ വന്നപ്പോൾ എന്നോട് തിരക്കേ ഓരോന്നും കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എന്തോരം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം 2 ചുരിദാർ എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും ഇടയ്ക്കെടുക്കണം. എല്ലാ വീഡിയോയും എപ്പോഴും ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം. $1590 അല്ലേ? 1599. പെട്ടെന്ന് എടുത്തു. ഈ ജോർജറ്റിൽ ഇങ്ങനെ വർക്കുള്ള ഇത് ഇഷ്ടമുള്ളവരെടുക്കട്ടോ. ഇതിൻ്റെ 2 കളറേ ഉള്ളൂ. ഷോളയിലും ഇങ്ങനെ വർക്കുണ്ട്. ഇവിടെ കട്ട് ബീഡിൻ്റെ വർക്കാട്ടോ. ഷോളയിൽ ഒരു സ്റ്റോൺ പോലെ ഉള്ള വർക്കാണ്. വിത്ത് ലൈനിങ് ആട്ടോ. 1490 ഉള്ളേ. 1490 ഉള്ളൂ. എന്നാ രസമുള്ള കളറല്ലേ? നീല കാണുമ്പോൾ അടിപൊളി. വിത്ത് ലൈനിങ്ങും ബോട്ടും. 1490 അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഫോറിൻകാർ വന്ന സമയം. നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ മുടി ചെയ്യത്തിൻ്റെ ബഹളമയമാണ് എല്ലായിടത്തും. ഇവിടെ അതെ, പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പം ഇനിയിപ്പോൾ ഓണം വരെ പുറത്തുനിന്നുള്ളവരാ. യേശുവിൻ്റെ കൂടെ അയ്യോ ഇന്ന് മറന്നുപോയല്ലോ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും വെഡ്ഡിങ് കളക്ഷൻ്റെ കാര്യമല്ലേ പറയണേ. അത് പുതിയതല്ല, ഇനി അതിനെ കൊച്ചിനെ വളർത്തണ പോലെ വളർത്തണ്ടേ. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം,
നമ്മുടെ മനോഹരമായ 2 സ്കീമുണ്ട്. എന്നും ഞാൻ സ്കീമിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും വിളിക്കാറുമുണ്ട് കേട്ടോ, ചേരാറുമുണ്ട്. അപ്പം ഞാൻ 1000 മുതൽ കാശിലാട്ടോ. ഞാൻ ഉദാഹരണം 5000 10,000 എന്നൊക്കെ പറയും. 11 മാസത്തെ സ്കീമാണ്. 2 സ്കീം അതിമനോഹരമാണ്. നമ്മളപ്പം എന്തിനാ സ്വർണ്ണം ഒരു അസറ്റായിട്ട് ഓർത്താൽ മതി. നമ്മൾ പലതിലും നമ്മുടെ കാശ് സേവ് ചെയ്യില്ല, ഷെയർ മേടിക്കും, സ്ഥലം മേടിക്കും. ഇപ്പോൾ അതിലൊന്നും ചെയ്യാണ്ട് സേഫ് എപ്പോഴും സ്വർണ്ണത്തിൽ സേവ് ചെയ്യണതാണ്. അപ്പോൾ സ്വർണ്ണത്തിൽ നമുക്ക് സേവ് ചെയ്യാം, സ്വർണം മേടിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ആഭരണമായിട്ട് ഇടുകയും ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ അത് വിറ്റാൽ കാശ് കിട്ടും, വില കൂടിക്കൊണ്ടിരിക്കും. 14% വർധന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വർഷം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്കീമിൽ മേടിക്കുമ്പോൾ നമുക്കറിയാണ്ട് മേടിച്ചു. ഞാൻ ഒത്തിരി കാലം 20,000 ഇരുന്നപ്പോൾ ഞാൻ മേടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മേടിക്കാണ്ട് ഇരുന്നിട്ട് ഇന്നാൾ സ്കീമിൽ ചേർന്നപ്പോൾ മേടിച്ച ഈ കട തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ. അപ്പോൾ ഇത് അടിപൊളി കക്കോബയുടെ സെറ്റാട്ടോ. ഇതിൽ ഒരു ഡബിൾ നോട്ട് ഹാൻഡ് വർക്കും ഉണ്ട് കേട്ടോ, താഴെ വരെ 1790 ഒറിജിനൽ കോട്ടാ ഷോളും കേട്ടോ. ഒറിജിനൽ കോട്ടാ ഷോളും അടിപൊളി സെറ്റാണ്. നല്ല സെറ്റ്. 1790 ഉള്ളു വില. ബാക്ക് പ്ലെയിൻ ആയിരിക്കും കേട്ടോ, അടുത്തതിൻ്റെ കാണിക്കാം. ബാക്ക് ഇങ്ങനെ പ്ലെയിനാണ്. ഇത് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ വില കൂടിയ കോട്ടണില്ലേ അത് 47-48 ചെറുക്കം കിട്ടും. അടിയിൽ എന്തെങ്കിലും സംഭവവികാസം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. എന്ത് രസമുള്ള കളേഴ്സോ, അടിപൊളി കോട്ടയുടെ ഷോളും. $1790. ലൈനിങ് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ലൈനിങ് ഇടാണ്ട് വെച്ചിട്ട് എനിക്ക് വൃത്തികേടായിരുന്നു. ലൈനിങ് ഇടുമ്പോൾ എനിക്ക് നല്ലത് കേട്ടോ. ഓരോരുത്തർക്ക് അവനവനെ കംഫർട്ടായ രീതിയിൽ നല്ല രസമില്ലേ. ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ. ഫുള്ള് ഇതേ ഉണ്ടോ, ഓരോന്നിലും ഡബിൾ നോട്ടാണ് ഇങ്ങനെ ചുറ്റിയുള്ള. ഇത് വർക്കൊക്കെ അറിയാമെന്നേ, പേര് ഡബിൾ നോട്ടെന്ന് ഓർക്കണം. കുറേ എനിക്ക് കണ്ണെടുത്ത് കാണാൻ പോകാത്ത കാര്യമായിരുന്നു ജീവിതത്തിൽ. തയ്യൽ ഹാൻഡ് വർക്കൊക്കെ എനിക്ക് കഷ്ടപ്പെട്ടുള്ള ഒരു പണി ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ ഞാൻ പഠിച്ചിട്ട് കട തുടങ്ങി. എൻ്റെ കെട്ടിയവരോട് ഞാൻ പറഞ്ഞു റെഡിമെയ്ഡ് കട ഇട്ടുതരാൻ. പക്ഷെ അങ്ങേര് പറഞ്ഞു അതിലൊക്കെ വിജയം. ചുമ്മാ ഇരുന്ന് എൻ്റെ ദൈവം. എന്നിട്ട് തയ്യൽ പഠിക്കാൻ പോയിട്ട് ഒരു മെഷീനിൽ നൂലിടാൻ ഞാൻ പഠിച്ചില്ല കേട്ടോ. ഞാൻ പക്ഷേ 30 വർഷമായിട്ട് നമ്മുടെ തയ്യക്കടയൊക്കെ വൻ വിജയമായിട്ട് കൊണ്ടു നടക്കണ്ടേ. കുറ്റം കണ്ടുപിടിക്കാൻ നല്ല പക്ഷെ ആരെങ്കിലും തയ്ച്ചതിൻ്റെ അത് പരിഹരിക്കാൻ പറഞ്ഞു കൊടുക്കാനും അറിയാം. പക്ഷേ എനിക്ക് ആ മെഷീനെ തയ്ക്കാൻ പറ്റില്ല. എൻ്റെ അമ്മേ, ഈ ഒന്നിലും ഒരു കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പം ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം അങ്ങനെ ഓടിപ്പാഞ്ഞിറങ്ങണം. 1790 അല്ലേ? 1790. എനിക്ക് തയ്ക്കണ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ മഹാ അത്ഭുതം. ഞാൻ കഴിവാ അങ്ങനെ തയ്ച്ചൊരു ഡ്രസ്സിനെ ഒരു രൂപത്തിയിട്ടാക്കുമ്പോൾ കണ്ടോ. യേശുവിൻ്റെ കൃപയാല ഞാൻ സ്റ്റിച്ചിങ്ങിലും ഓരോന്നിലൊക്കെ ഇങ്ങനെ നിൽക്കണത്. എവളെയും കൊണ്ട് മടുത്തു എന്ന് ഓർത്ത് പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നണം. അടിപൊളി സെറ്റാട്ടോ. അപ്പോൾ സ്കീമിൽ എൻ്റെ നമ്പർ അറിയാമോ? 9445755564. ഈ സിസ്ന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പർ ഇട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. സ്കീമിൻ്റെ കാര്യം പറയാം. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഒരു കോട്ടൺ ആണോ അല്ല റയോൺ പോലെയൊക്കെ എന്തോ തോന്നുന്നു. ഇത് താഴെ വരുത്താനാട്ടോ. ഞാൻ മേളിലോ താഴെ നമുക്ക് ഇഷ്ടമുള്ളയിടത്ത് വയ്ക്കാം. ഇത് നല്ല രസമുള്ളൊരു ഷോളുമാണ്, ക്രേപ്പിൻ്റെ ഷോളും. ബോട്ട് 1190 ഉള്ളൂ. വില വെച്ച് നല്ലതല്ലേ. ബോട്ടാക്കി നല്ല ഐസ് പോലെ ഇരിക്കുന്നു. റയോണിൻ്റെ ഒരു നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാം. പണ്ടത്തെ സെറ്റ്. ഈ പണ്ടത്തെ എല്ലാം പറക്കി ആൾക്കാർ തയ്ക്കണമെന്നാണ്. ഇതിന് ലെങ്ത് വല്ലതും കുറവ് വരുവാണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് 45 ചേർക്കാൻ കിട്ടുള്ളൂ. നമ്മൾ സൈഡിൽ ഇത് താഴെ വരുത്തണം. ഈ സൈഡിൽ വെട്ടിപ്പോണ കഷ്ണം ഉണ്ടല്ലോ, ഇത് താഴെ ആട്ടോ വരുത്തുന്നത്. ഇവിടെ വയ്ക്കണം, ഫ്രണ്ടിലും ബാക്കിലും. ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് പോലെ. അപ്പം 47-48 കിട്ടും. ഞാനൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നും നീളം വേണമെന്ന് എന്തോരം പറഞ്ഞാലും അവർ നീളം വെക്കില്ല. 790 രൂപയുള്ളൂ എന്നോട്ട് കാര്യമുണ്ടോ? 799. പക്ക കോട്ടൺ ആട്ടോ. ഒരു മിസ്സിങ്ങും ഇല്ലാത്ത പക്ക കോട്ടൺ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ കാണും. ചുങ്കടി ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതല്ലേ. അതെ, എന്ത് രസമുള്ള ഈ കോട്ടണൊക്കെ.
ഇത് അതിൻ്റെ ബോട്ട ഇങ്ങനെ ലൈനിങ് ഒന്നും വേണ്ട. ഇത് താഴെ ആട്ടോ വരേണ്ടത്. നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ 2 വശവും പീസ് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. പ്യുവർ കോട്ടൺ അത്രയും നീളം കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നോക്കിയിട്ട് ഒരു 45 ചെറുക്കായിരിക്കും കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 45 ചെറുക്ക കിട്ടുള്ളൂ. പിന്നെ ഷോള് 2:10 2:15 ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ ഉണ്ടോ ഷോള് നീളം? കണ്ടിട്ട് 2:15 ഉണ്ട്. നിങ്ങൾക്കൊക്കെ തികയും. എനിക്ക് എൻ്റെ ഇത് ഈ ഷോളൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇപ്പോഴത്തെ ഷോളല്ല ഇങ്ങനെയൊക്കെയാണ് വന്നത്. പണ്ടൊക്കെ ഇങ്ങനെ വലിയ ഷോൾ ഇടുകയാണ്. വേറെ ഷോൾ ഇടാഞ്ഞിട്ടായിരിക്കും. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ എല്ലാത്തിൻ്റെയും ബേസ് ഇതും കോമ്പിനേഷൻ സഫയറും ഇതും 700 ഉള്ളൂ കേട്ടോ. നല്ലതല്ലേ? കാര്യം മഴക്കാലം അങ്ങോട്ടും AC ഇട്ടുന്ന വീടിയാണ്, അതുപോലെ ചൂടാണ്. അടിപൊളി സംഭവം, സൂപ്പർ സംഭവം. അപ്പോൾ 790 രൂപയേ ഉള്ളൂ. 799 കേട്ടോ അതിന്. ഇത് കണ്ടോ, ഒരു സോഫ്റ്റ് സെമി സിൽക്കിൽ അങ്ങനെയൊരു ബ്ലൂമിങ് വിചിത്രയാണോ? അല്ല, ഇത് സോഫ്റ്റ് സിൽക്ക്. ഇത്രയും വർക്കും ഉണ്ട്. ബോട്ടോ സോഫ്റ്റ് സിൽക്ക് ഗഡ്വാർ ഷോളും 599 രൂപയുള്ളൂ അല്ലേ? ഇത്രയും വർക്കൊക്കെ ഇല്ലേ? നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറും. 599 രൂപ. ഈ സ്കൂളൊക്കെ തുറക്കുമ്പോൾ പിള്ളേർക്ക് കുറച്ച് ദിവസത്തേക്ക്, കോളേജൊക്കെ തുറക്കുമ്പോൾ കുറച്ച് ദിവസമൊക്കെ യൂണിഫോം ഇല്ലാണ്ട് വേണ്ടേ? അപ്പോൾ പിന്നെ ഓഫീസിൽ പോകാനായാലും ഇങ്ങനെ റഫ് യൂസിനൊക്കെ നല്ല 599 രൂപ. നല്ല കളറല്ല, ടീൽ ബ്ലൂ. അടുത്തതായി അതിലും അടിപൊളി മുന്തിരി കളർ. സൂപ്പർ സൂപ്പർ. ഗ്രീൻ. ഇനി അടുത്തത് ഗ്രീൻ. എല്ലാം നല്ല കളേഴ്സാ അല്ലേ? എല്ലാം എംബ്രോയ്ഡറി. ഇത്രയും എംബ്രോയ്ഡറി ഉണ്ടെന്ന് നോക്കണം. ഇത് കണ്ട പീച്ച്. അടിപൊളി അടിപൊളി കളേഴ്സ്. ഇനിയുണ്ട് ഇതിൻ്റെ കളേഴ്സ്. ഈ അമ്മയും ദൂരം കളറാ. 599 രൂപയേ ഉള്ളൂ. പക്ഷെ കളേഴ്സ് ഇങ്ങനെ വന്നു. അതൊക്കെ എല്ലാം ഇതിൻ്റെ ബോട്ടം ഇതാട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ ബോട്ടം. ഇതൊരു ചെറുപയർ പച്ച 599 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എല്ലാവരും എടുത്തോ. വെബ്സൈറ്റിൽ ഇപ്പോൾ എടുക്കാൻ നല്ല എളുപ്പമല്ലേ? അല്ലെങ്കിൽ ഓൺലൈനിൽ 4 പിള്ളേർ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.